നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണത് നമ്മുടെ പാലക്കാട്ടിലെ അംബുജം ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഏക്കർ വരുന്ന രീതിക്കുള്ള നല്ലൊരു ഫാം ഹൗസിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. നമ്മുടെ ഫാം ഹൗസിലുള്ള വീട് ഇതാണ്. അപ്പോൾ നമ്മളുടെ ഈ ഫാം ഹൗസിൻ്റെ മെയിൻ ഗേറ്റ് ഇതാണ്. അതായത് നല്ല രീതിക്കുള്ള ടാറിട്ട റോഡിൻ്റെ ഫ്രണ്ടേജിൽ കൂടെയാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടി വന്നിട്ട് സ്ഥിതി ചെയ്യുന്നത്. ഏത് വണ്ടി വേണമെങ്കിലും വരാൻ പറ്റിയ രീതിക്കുള്ള നല്ല രീതിക്കുള്ള ടാറിട്ട റോഡാണ്. ഈ ഭാഗം അത്യാവശ്യം എല്ലാ ഭാഗത്തും വീടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയ വേണം. ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് വരാൻ പറ്റിയ രീതിക്കുള്ള സ്ഥല സൗകര്യം ധാരാളം ഇവിടെ വന്നിട്ട് ഉണ്ട്. സോ നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്ന വന്നിട്ട് ഈസ്റ്റ് ഫേസ് ആണ്. ഇതിൽ ഉള്ളത് മൊത്തം വന്നിട്ട് 1 ഏക്കർ സ്ഥലമാണ്. അതിൽ നല്ല രീതിക്കുള്ള മരങ്ങളൊക്കെ വെച്ചിട്ടുള്ള നല്ല രീതിക്കുള്ള ഒരു ഫാം ഹൗസാണ് നമ്മന്ന് പരിചയപ്പെടുന്നത്. ഇവിടെ ഉമ്മാർത്ത് വന്ന വഴിക്ക് അത്യാവശ്യം ഏത് വണ്ടി വേണമെങ്കിലും നിർത്തുന്നത്ര സ്ഥല സൗകര്യമുണ്ട്. ഈ പ്രോപ്പർട്ടീൻ്റെ ഈ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഫുള്ളും നമ്മളുടെ ഈ ഫാം ലാൻഡാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് വന്ന് നമ്മുടെ പാലക്കാടിലെ അംബുജം ഭാഗത്താണ്. അതായത് ചന്ദൻ നഗറിന് ഇവിടേക്ക് 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. പാലക്കാട് നിന്ന് പൊള്ളാച്ചി പോണ വഴിയാണ് നമ്മുടെ അംബുജം. നമ്മുടെ ഈ പ്രോപ്പർട്ടിൻ്റെ അകത്ത് ഏകദേശം 80ഓളം തെങ്ങുണ്ട്. പിന്നെ കൂടാതെ എല്ലാം നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങാണ്. അത്യാവശ്യം പ്ലാവ് ഇങ്ങനത്തെ മരങ്ങളൊക്കെ ധാരാളം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണത്. നമ്മളുടെ ഈ പ്രോപ്പർട്ടിയിൽ ഓപ്പൺ വെല്ലും ഉണ്ട്, ബോർവെല്ലും ഉണ്ട്. അതുകൂടാതെ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷനും ഉണ്ട്. നല്ല രീതിക്കുള്ള ട്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട്. സോ എല്ലാ തെങ്ങിലേക്കും അത്യാവശ്യം വെള്ളം കിട്ടുന്ന രീതിക്ക് നന്നായിട്ട് ട്രിപ്പ് ഇറിഗേഷനൊക്കെ കൂടെ വെള്ളം കിട്ടുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഭാഗത്തും കുരുമുളകൊക്കെ ധാരാളം വളർത്തിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിയിൽ ഇടുന്ന വളങ്ങൾ എല്ലാം വന്നിട്ട് ജൈവ വളമാണ്. രാസവളം ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനത്തെ നീറ്റായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. സോ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് നല്ല രീതിക്കുള്ള ഒരു ഫാം ഹൗസോട് കൂടിയിട്ട് താമസിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഈ പ്രോപ്പർട്ടി ബെസ്റ്റ് ആയിരിക്കും. അത്യാവശ്യം കുരുമുളകൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പ്രോപ്പർട്ടിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അവിടെ നല്ല രീതിക്കുള്ള വാഴയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇഞ്ചി, മഞ്ഞൾ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്ന മഴവെള്ളമൊക്കെ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഭൂമിക്ക് നല്ല രീതിക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ കുഴികൾ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ഒരു പ്രോപ്പർട്ടിയാണ്. അത്യാവശ്യം ഈ പ്ലാവൊക്കെ നന്നായിട്ട് കായ്ക്കുന്നതാണ്. നമ്മളുടെ ഈ പ്രോപ്പർട്ടിയിൽ മൊത്തം 1 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ പകുതി പറമ്പും പകുതി നിലവും ആയിരുന്നു. ആ നിലം പറയുന്ന പ്രോപ്പർട്ടി ഇപ്പോൾ ഒന്ന് ഡാറ്റാ ബാഗിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞു. സോ നല്ല രീതിക്ക് ഫാം ഹൗസ് ചെയ്യാൻ പറ്റിയ രീതിക്കുള്ള എല്ലാ സൗകര്യവും ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മളുടെ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് നല്ല രീതിക്കുള്ള ഒരു ബോർവെൽ ഉണ്ട്. ഇവിടെ നിന്നാണ് ബോർവെല്ലിൻ്റെ വെള്ളം നമുക്ക് എല്ലാ ഭാഗത്തേക്കും കിട്ടുന്നത്. ഈ വാഴയൊക്കെ നോക്കുന്ന സമയത്ത് പലതരപ്പെട്ട ബ്രാൻഡുള്ള വാഴയാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത്.
ഡ്രിപ്പ് ഇറിഗേഷൻ എല്ലാ ഭാഗത്തും വെള്ളം തിരിയുന്ന രീതിക്കുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഇവിടെയുണ്ട്. ഇതാ ഇവിടെ കാണുന്ന ആ ഭാഗത്താണ് ഓപ്പൺ വെല്ല് ഉള്ളത്. ഇവിടെയാണ് നമ്മുടെ ഓപ്പൺ വെള്ളമുള്ളത്. ഫുള്ളും വെള്ളമുണ്ട്, നല്ല വെള്ളമാണ്. കിണർ നിറച്ചും വെള്ളമുണ്ട്. നമ്മളുടെ ഈ പ്രോപ്പർട്ടിൻ്റെ ബാക്ക് സൈഡ് എല്ലാം തോന്നിട്ട് നല്ല രീതിക്കുള്ള പാടങ്ങളാണ് ഉള്ളത്. ഇതെവിടെ കാണുന്ന രീതിക്കുള്ള ഇതൊക്കെ ഒന്നൊരു കരുവേപ്പിലയാണ്. അതേപോലെ നമ്മളുടെ ഈ പ്രോപ്പർട്ടീൻ്റെ ഈ സൈഡിൽ കൂടെയൊക്കെ നല്ല രീതിക്കുള്ള കമ്പി വേലി കെട്ടിയിട്ടുണ്ട്. ആ കമ്പി വേലിനെ ചേർന്ന പോലെ മറ്റേ വേലിയും കൂടി ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് 4 ഭാഗവും ചുറ്റി ഇതേമാതിരി കെട്ടിയിട്ടുണ്ട്. സോ ഏതൊരു അനിമൽസിനും ഉള്ളിൽ വരാൻ പറ്റാത്ത രീതിക്ക് ക്ലിയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഡോക്യുമെന്റ് എല്ലാതും A to Z ക്ലിയർ ആണ്. ലോണോ കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത നല്ല ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഇതിവിടെ കാണുന്നത് വന്നിട്ട് ഈ ട്രിപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റിയ രീതിക്കുള്ള പോയിൻ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ കുറേ ഭാഗത്ത് പോയിന്റുകളൊക്കെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ സെക്ഷൻ വരുന്ന സമയത്ത് ഇവിടെയും അത്യാവശ്യം വാഴയൊക്കെ നന്നായിട്ട് ഉണ്ട്. അതേപോലെ തെങ്ങും നന്നായിട്ട് ഉള്ള ഒരു ഏരിയയാണ്. അതുകൂടാതെ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ട പ്ലാവ്, മാവ് ഇങ്ങനത്തെ മരങ്ങൾ കൂടിയിട്ട് ധാരാളം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഇവിടെയും മറ്റേ ട്രിപ്പിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവിടെ നാരങ്ങ ചെടികളൊക്കെ നമുക്ക് വെച്ചിട്ടുണ്ട്. ഒരു കുറേ ഭാഗത്ത് അവിടെ നാരങ്ങ ചെടികളൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ നിൽക്കുന്നത് വീട്ടിൻ്റെ പുറകു വശത്താണ് നിൽക്കുന്നത്. ഈ ഭാഗത്തും നല്ല രീതിക്കുള്ള മരങ്ങൾ ധാരാളം ഉള്ളതാണ്. ഏകദേശം ഒരു വർഷത്തിന് വന്നിട്ട് 1,25,000 രൂപ ഇതും തേങ്ങയിൽ നിന്ന് മാത്രം ഇൻകം ഉള്ളതാണ്. അതുമാത്രമല്ല നമ്മുടെ വീട് വന്നിട്ട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പിൽ. അതിൽ മാസം 10 രൂപ വാടക ഉണ്ടായിരുന്നു. ഇപ്പോൾ വാടകക്കാരില്ല, ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വന്നിട്ട് രണ്ടും കൂടി കൊടുക്കുമ്പോൾ, അതായത് ഒരു പ്രോപ്പർട്ടിന് വീട്ടിന് വാടകയ്ക്കും കൊടുത്തിട്ട് ഈ പ്രോപ്പർട്ടീൻ്റെ അനുഭവം കൂടി കിട്ടുമ്പോൾ വർഷത്തിൽ വന്നിട്ട് ഏകദേശം 2,00,000 രൂപ നമുക്ക് വന്നിട്ട് ഇൻകം ഉണ്ടാകും.
അതില്ലാതെ നമ്മളിനെ താമസിച്ചിട്ട് ഈ പ്രസൻ്റ്ലി ഉള്ള തെങ്ങിൻ്റെ വരുമാനം മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വർഷത്തിൽ വന്നിട്ട് ഒരു 1.25 ലക്ഷം രൂപ ഇതൊന്ന് ഇൻകം ഉള്ളതാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത ഇതൊന്ന് പാലക്കാട് ടൗണിൽ നിന്ന് വളരെ അടുത്താണ്. പാലക്കാട് ടൗണിൽ നിന്ന് ഇവിടേക്ക് വന്നിട്ട് മൊത്തം ഒരു 6-7 കിലോമീറ്റർ ഡിസ്റ്റൻസ് കാണുള്ളൂ. വലിയ ദൂരമൊന്നുമില്ല. പാലക്കാട് ടൗണിൻ്റെ അടുത്ത് ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി അത് നമ്മളുടെ പറയുമ്പോൾ ഈ ബഡ്ജറ്റിൽ കിട്ടുന്നത് പ്രയാസമാണ്. വീടും കൂടി കാണാം നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ മുൻവശത്താണ്. അതായത് ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ മുൻവശം. ഇവിടെ കയറി വന്ന വഴിക്ക് ഈ ഭാഗത്ത് ഒരുപാട് തേങ്ങകളൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇവിടെ കിട്ടിയ തേങ്ങകളാണ്. ഇതാണ് നമ്മുടെ വീട്. ഇത്തിരി പഴക്കമുള്ള വീട് തന്നെയാണ്, ഉണ്ടെങ്കിലും നല്ല വൃത്തിയിൽ ഡീസൻ്റ് ആയിട്ടുള്ള വീടാണ്. ഇതാണ് നമുക്ക് ഹാളായിട്ട് വരുന്നത്. രണ്ട് വീട്ടിൽ വന്നിട്ട് മൊത്തം 2 ബെഡ്റൂമാണ് ഉള്ളത്. ആ 2 ബെഡ്റൂമും ഈ ഭാഗത്താണ് ഉള്ളത്. അതിൽ ഇത് വന്നിട്ട് ഇത്തിരി വലിയ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം അത്യാവശ്യം നല്ല രീതിക്കുള്ള വൃത്തിയിലാണ് നമ്മളുടെ ഈ വീടുള്ളത്. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇവിടെ ചേർന്ന പോലെ ഒരു അറ്റാച്ച് ബാത്റൂം ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നല്ല രീതിക്കുള്ള സെൽഫും കാര്യങ്ങളും എല്ലതും ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂം ഉള്ളത് ഈ ഭാഗത്താണ്. ഇതാണ് വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂം. ഇത്തിരി ചെറിയ ബെഡ്റൂമാണിത്. ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ ആരെങ്കിലും വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാൻ സാധിക്കും. അതേപോലെ ഈ തൊടിയുടെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും എല്ലാം നമുക്ക് ജനൽ മുഖാന്തരം നന്നായിട്ട് കാണാൻ സാധിക്കുന്ന രീതിക്കാണ് നമ്മളുടെ ഈ വീട് ഉള്ളത്. മൊത്തം 2 ബെഡ്റൂമുള്ള ഏകദേശം ഒരു 900 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള വീടാണ് നമ്മുടെ ഈ വീട്. ഇപ്പോൾ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഇവിടെയാണ് നമുക്ക് കിച്ചൺ ഉള്ളത്. ഇതാണ് കിച്ചൺ ഏരിയ. ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ ബെറ്റർ ആയിരിക്കും. എപ്പോഴെങ്കിലുമൊക്കെ വന്നിട്ട് താമസിച്ച് പോകുക എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കും ഈ പ്രോപ്പർട്ടി ബെസ്റ്റാണ്. കോമൺ ക്വൈറ്റാണ്, ഈ ഏരിയ കോമൺ ക്വൈറ്റാണ്. അത്യാവശ്യം ഈ ഭാഗത്ത് സെൽഫൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയും സെൽഫൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഭാഗത്ത് ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിന് ചേർന്ന പോലെ ഇവിടെ കോമൺ ആയിട്ട് ഒരു ബാത്റൂം ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ
നമുക്ക് വന്നിട്ട് നമ്മുടെ പ്രോപ്പർട്ടിൻ്റെ പുറകു വശത്തേക്ക് ഡയറക്റ്റ് ഇങ്ങനെ വരാൻ പറ്റുന്നുണ്ട്. ഇവിടെ നല്ല രീതിക്കുള്ള ഇരുമ്പ് ഡോറും കൂടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്കുള്ള കാറ്റും വെളിച്ചം എല്ലതും ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഉള്ളിൽ കയറി വന്നാൽ തന്നെ ഒരു കാംനെസ് ഇവിടെ നിന്ന് ഫീൽ ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട ഈ പ്രോപ്പർട്ടി ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ്. പാലക്കാടിൻ്റെ ടൗണിന് ചേർന്ന പോലെയുള്ള 1 ഏക്കർ സ്ഥലത്തുള്ള പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്നും കൂടി ഡീറ്റെയിൽ ഞാൻ ഒന്നും കൂടി പറയാം. ഇതൊന്നും നമ്മുടെ പാലക്കാടിലെ അമ്പുജം ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. മൊത്തം വന്നിട്ട് 1 ഏക്കറയാണ് പ്രോപ്പർട്ടിൻ്റെ അകത്തുള്ളത്. അതിൽ വന്നിട്ട് പകുതിയോളം പറമ്പും പകുതിയോളം നിലവും ഉണ്ടായിരുന്നു. നിലം പറയുന്നത് ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞു. ഈ പ്രോപ്പർട്ടിയിൽ ഏകദേശം വന്നിട്ട് ഒരു 80ഓളം തെങ്ങുകളുണ്ട്. നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളാണ്. വീട്ടാവശ്യത്തിന് വേണ്ട പ്ലാവ്, മാവ് വേറെ മരങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം പഴവകളൊക്കെ ധാരാളമുണ്ട്. ഈ ഫ്രണ്ടേജ് തന്നെ വന്നിട്ട് മാതളത്തിൻ്റെ മരമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം അവിടെ നാരങ്ങ ചെടി അതൊക്കെ കാണാൻ സാധിക്കും. നല്ല രീതിക്കുള്ള വെള്ള സൗകര്യം ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഇവിടെ കാണുന്നത് വന്നിട്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ലൈനാണ്. അതേപോലെ നല്ല രീതിക്കുള്ള ഒരു ഓപ്പൺ വെല്ല് ഇവിടെയുണ്ട്. കൂടാതെ നല്ല രീതിക്കുള്ള ഒരു ബോർവെല്ല് നമ്മളുടെ ഈ പ്രോപ്പർട്ടിൻ്റെ അകത്തുണ്ട്. എല്ലാ ഭാഗത്തും ഡ്രിപ്പ് ഇറിഗേഷൻ നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഇതിൽ രാസവളം ഒന്നും ഉപയോഗിക്കാതെ ജൈവവളം മാത്രം ഉപയോഗിച്ച് ചെയ്തു വരുന്ന ഒരു തോട്ടമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിൻ്റെ അകത്ത് വന്നിട്ട് 2 ബെഡ്റൂം, ഹാള്, കിച്ചണായിട്ട് നല്ല വൃത്തിയുള്ള ഒരു വീട് കൂടി അവൈലബിൾ ആണ്. നമ്മുടെ വീട് ഫേസിന് വന്നിട്ട് ഈസ്റ്റ് ഫേസ് ആണ്. ഏത് വണ്ടിക്ക് വേണമെങ്കിലും വരാൻ പറ്റിയ രീതിക്കുള്ള താറിട്ട റോഡ് സൗകര്യത്തോടെ കൂടിയിട്ടാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ പാലക്കാട് ടൗണിൽ നിന്ന് വളരെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ നമ്മളുടെ ഈ പ്രോപ്പർട്ടിൻ്റെ ഉടമസ്ഥൻ വന്നിട്ട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മൊത്തം വന്നിട്ട് 1 ഏക്കർ സ്ഥലം, വീട്, അതുകൂടാതെ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട സകലവിധമായ ഐറ്റംസ് ചേർന്നിട്ടാണ് കൊടുക്കുന്നത്. ഇവർ ഉദ്ദേശിക്കുന്ന പ്രൈസ് വന്നിട്ട് 1 CR ആണ്. 1 ഏക്കർ സ്ഥലവും വീടും കൂടിയിട്ട് 1 കോടി രൂപയാണ്. ഇത് വന്നിട്ട് നേരിട്ട് ഓണറായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ പ്രൈസിന് ചെറിയൊരു നെഗോഷ്യബിളും കൂടിയുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ പ്രോപ്പർട്ടിനെ കണ്ടിട്ട്, ഈ വീഡിയോനെ കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി എടുക്കുക എന്ന താല്പര്യമുള്ള വ്യക്തികൾ എന്നെ വിളിക്കുക. ഞാൻ ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുള്ള വിളിക്കുക. നന്ദി, നമസ്കാരം.